സച്ചേട്ടാ, ദേ ഒന്നിങ്ങോട്ട് വേഗം വന്നേ. ആന്റി ദേ മരുന്ന് തട്ടിക്കളയുന്നു. എന്താ ഇവിടെ രണ്ടാളും കൂടെ പ്രശ്നം? ഇത് കണ്ടോ ചേച്ചി? സമയത്തിന് മരുന്ന് കഴിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞ്. ഞാൻ മരുന്ന് കൊടുത്തപ്പോ തട്ടിക്കളയോ? ഇങ്ങതാ ഞാൻ കൊടുക്കാം. അതെ, സമയത്തിന് മരുന്ന് കഴിച്ചില്ലെങ്കിലേ തിരിച്ചതേ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും. ഇനി അങ്ങോട്ട് ചെന്ന് അവര് ഷോക്ക് എടുപ്പിക്കുവേ, അത് ഉറപ്പാ. അത് വേണ്ടെങ്കിൽ ഈ മരുന്ന് കഴിക്കാം. ഓ, അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാ. ഓ, ഞാൻ അച്ചുമോളെ പോലെയാ, എന്നെ കാണുമ്പോ വലിയ ആശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്ന് തരുമ്പോ മാത്രം കഴിക്കാൻ പറ്റില്ല അല്ലേ? ഈ മരുന്ന് കഴിച്ചില്ലെങ്കിലേ ഇനി മേലെ ഞാൻ ഇങ്ങോട്ട് വരില്ല, നോക്കിക്കോ. ഏട്ടാ, ഹോസ്പിറ്റലിൽ പോയിട്ട് ആ കൊച്ചിനെങ്ങനെയുണ്ട്? കുഴപ്പമില്ല വക്കീലെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ സച്ചി? സച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അതൊക്കെ പറയാം, വക്കീലൊന്ന് വന്നേ. എന്താ സച്ചി, എന്തു പറ്റി? ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല വക്കീലെ. ആർക്കും ഒരു പ്രശ്നമില്ലാതെ എല്ലാം പരിഹരിക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പം എന്നെ ഒഴിവാക്കാനുള്ള പദ്ധതിയാ. ഇത് ഞാൻ എന്തായാലും സമ്മതിക്കില്ല. ഈ അടവൊക്കെ അവരുടെ കയ്യിലിരിക്കേ ഉള്ളൂ. സച്ചി എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിപ്പോ ആശുപത്രിയിൽ നിന്നാ വരുന്നത്. എന്റെ മോളെ ഒന്ന് കാണാൻ വേണ്ടി പോയതാ ഞാൻ. അവിടെ എന്താ സംഭവിച്ചെന്ന് വക്കീലിന് അറിയാവോ? അവരെല്ലാരും കൂടി എന്നെ ചീറ്റ് ചെയ്യാ വക്കീലെ. ഇത് ഞാൻ അനുവദിക്കില്ല. എന്താ ഉണ്ടായതെന്നൊന്ന് പറ സച്ചി. ഞാൻ ഇവരോട് പറഞ്ഞതും ഇപ്പൊ തന്നോട് പറയാൻ പോകുന്നതും 100% സത്യമാണ്. അകത്ത് കിടക്കുന്ന ഗൗരിമോളെ തന്റെ മോളല്ല. അവള് ഗോകുലിന്റെയും ഇസബല്ലയുടെയും മകളാണ്. ഇത് ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. എന്ത് വില കൊടുത്തും കോടതിയിലൂടെ ഞാൻ എന്റെ അർച്ചനയും മോളെ നേടിയെടുക്കും. വക്കീലെ, എന്തൊന്നും പറയാത്തെ? അത് അല്ല, ഇതിപ്പോ അവരിത്രമാത്രം വ്യക്തതയോടെ പറയുമ്പോ നമ്മൾ അതിന് എന്ത് മറുപടി പറയാനാ? എന്ത് മറുപടി പറയാൻ? വക്കീലെ, ഗൗരിമോൾ എന്റെ മോളാ, എന്റെ അർച്ചനയുടെ പൊന്നുമോള്. അവളുടെ പേരിൽ അവകാശം പറയാൻ ഞാൻ ആരെ അനുവദിക്കില്ല. 10 വർഷം എന്റെ ഭാര്യയും മോളെയും എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ അവൾ എന്റെ മോളല്ലാന്ന് പറയാൻ അവക്ക് എന്ത് അവകാശമുള്ളേ? ഇത് അവരുണ്ടാക്കിയ കള്ളക്കഥയാ. എന്റെ അർച്ചനയും കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരാതിരിക്കാൻ.